ഓണത്തിന് എനിക്ക് തോന്നുന്നു ഈ ചെറിയ പ്രായം തൊട്ടേ ഈ പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് ഓണപരിപാടികൾ ഈ പറഞ്ഞതുപോലെ ചെയ്യലാണ്. സ്റ്റേജ് ഷോ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളെ നാട്ടില് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ സാധാരണ നമ്മൾ നിലത്തല്ല, ഇതുപോലെ നമ്മൾ ഇങ്ങനെ കുറച്ച് ചാണകം കൊണ്ട് മെഴുകി, അപ്പൊ അവിടെ നമ്മൾ പൈസ കൊടുത്തിട്ടൊന്നും അങ്ങനെ പൂ വാങ്ങലില്ല. ഇപ്പോഴാണല്ലോ പൈസ കൊടുത്തിട്ടൊക്കെ പൂ വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മൾ പുറത്തെല്ലാം പോയി അപ്പുറത്തും ഇപ്പുറത്തുള്ള പറമ്പിലൊക്കെ പോയി പൂവൊക്കെ പറിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് സദ്യ കഴിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ സദ്യയിൽ എല്ലാവരുടെ അടുത്തും ഞാൻ പറയാറുണ്ട്, ആ ഭാഗത്തേക്ക് എല്ലാ സദ്യയും വിളമ്പി കഴിഞ്ഞിട്ട് ഒരു കരിമീൻ പൊരിച്ചതോ ഒരു ബീഫോ ഒരു ചിക്കൻ ഞങ്ങൾക്ക് മസ്റ്റാണ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി, അല്ല അതിൽ പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നൊക്കെയല്ലേ എല്ലാവർക്കും ശനി ഞായറൊക്കെ ഈ ബീഫും അല്ലെങ്കിൽ ചിക്കനൊക്കെ വാങ്ങിക്കുന്നത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും വാങ്ങിക്കാൻ, ഡെയിലി വാങ്ങിക്കാനോ അല്ലെ ശനിയും ഞായറും വാങ്ങിക്കാനൊന്നും ആരെടുത്തും അങ്ങനെ പൈസയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓണം വരുമ്പോഴാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മൾ പിന്നെ ഓണത്തിന്റെ അന്ന് ഇതും കൂടെ സൈഡിൽ വെച്ചേക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഈ പറഞ്ഞതുപോലെ നെല്ലിയാടിയിൽ കുറച്ച് പേരൊക്കെ, നാട്ടിലുള്ള കുറച്ച് ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കും. കലാസമിതി, വന്ദന കലാസമിതി, V1 കലാസമിതി, ഇങ്ങനെ കുറെ കലാസമിതികളുണ്ട്. അവരൊക്കെ ഈ പറഞ്ഞ പോലെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കല്, ലെമൺ സ്പൂൺ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യും. അപ്പൊ അതിൽ വിൻ ചെയ്യുക, അതിൽ നിന്ന് സമ്മാനം വാങ്ങിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഓണം സ്പെഷ്യൽ. പിന്നെ വലുതായപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോവുകയും അവരുടെ ഓണത്തിന്റെ കൂടെ ഓണം ആഘോഷിക്കാൻ പറ്റുക എന്നൊരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം ഉള്ള ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെയൊക്കെ നമുക്ക് പരിപാടി ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമ്മളെ പല നാട്ടുകാർ വിളിക്കും. അപ്പൊ ആ നാട്ടിലുള്ള ഓണപരിപാടിയും ഓണാഘോഷങ്ങളിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് സ്കൂളുകളുടെ ഓണാഘോഷ പരിപാടി, കോളേജുകളുടെ ഓണപരിപാടി, ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കൂടെ. എനിക്ക് തോന്നുന്നൊരു തൃശ്ശൂരൊക്കെ ഞാൻ എത്രയോ വർഷം അവരുടെ കൂടെയായിരുന്നു എൻ്റെ ഓണം. അത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരുടെ കൂടെ, അവരുടെ പാട്ട്, അവര് കുറേ പേരുകൾ നല്ല നല്ല പെർഫോം ചെയ്യുന്ന അവരുടെ കൂടെ കുറേ വർഷം ഞാൻ അടുപ്പിച്ച് അങ്ങനെ ഓണം ആഘോഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഓണത്തിന്റെ എൻ്റെ ഓർമ്മകൾ. ഇപ്പോഴത്തെ ഓണം ഈ പറഞ്ഞതുപോലെ ഈ തിരുവനന്തപുരത്ത്, ഇപ്പം ദിലീപേട്ടന്റെ സ്ഥലം തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് പണ്ട് തൊട്ടേ എൻ്റെ അടുത്ത് എല്ലാവരും പറയും തിരുവനന്തപുരത്ത് ഭയങ്കര ലൈറ്റ് കാണുക, കാഴ്ചകൾ കാണുക. അപ്പം എൻ്റെ വിചാരം കുറച്ച് ലൈറ്റുകൾ അവിടെ ഇവിടെയൊക്കെ നമ്മളിപ്പോൾ ഉത്സവത്തിനൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ അതായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം തിരുവനന്തപുരത്താണ്. ഞെട്ടിപ്പോയി. കാരണം ഇനിയും കണ്ടു തീർന്നിട്ടില്ല, അത്രയ്ക്കും ലൈറ്റുകളും കാര്യങ്ങളും കാഴ്ചകൾ കാണാനും. പിന്നെ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നി ഇത്രയും പരിപാടികൾ ഓരോ വേദികളിലും. അതെനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം ഉണ്ടാക്കിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഓണാഘോഷ പരിപാടിക്ക് ഒരു വലിയ മെഗാ ഷോ ഉണ്ടാവും. ഇത് ഒരു സ്ഥലത്ത് ശരത് സാറിന്റെ പാട്ട് പരിപാടി, ഒരു സ്ഥലത്ത് സുരാജ് ചേട്ടന്റെ കോമഡി പ്രോഗ്രാം, അങ്ങനെ നമുക്ക് തന്നെ കൺഫ്യൂഷനാവും ഏത് കാണണം. അതും നമുക്ക് വലിയ ടിക്കറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഗവൺമെന്റ് നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയൊരു ഓണാഘോഷമായിട്ട് എനിക്ക് തോന്നിയത് തിരുവനന്തപുരത്ത്. അപ്പൊ ഇനി അവിടെ മാത്രം പോരാ, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വരണമെന്നൊരാഗ്രഹമുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് ഇപ്രാവശ്യം ചേട്ടന്റെ വീട്ടിലാണ് ഓണം. ഈ പറഞ്ഞ പോലെ ചേട്ടൻ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബിഗ് ബോസ് വന്നതിന് ശേഷം നമുക്ക് മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും. പക്ഷെ ഇവര് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്നത്. നമ്മൾ അതൊക്കെ പോട്ടെ, ഇനി അടുത്തത് അല്ലെങ്കിൽ നമ്മളുടെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസ് എടുക്കുക, നല്ല നല്ല സ്ഥലങ്ങളിൽ കാഴ്ചകൾ കാണാൻ പോവുക, ടൂർ പോവുക, ഇതൊക്കെയാണ്. അപ്പൊ ഇവിടെ വന്നപ്പം പിന്നെ എത്രയും വിഭവങ്ങൾ ഒറ്റയ്ക്കാണ് ചേച്ചി ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു ഹെൽപ്പ് പോലും ചെയ്യാണ്ട് ചേച്ചി ഒറ്റയ്ക്ക്. കാരണം ഞങ്ങളൊക്കെ പല പ്രാവശ്യവും സദ്യ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊന്നും അത് ചിന്തിക്കാൻ പറ്റില്ല. എല്ലാം അവർ തന്നെ ഉണ്ടാക്കി അത് ഇലയിൽ വിളമ്പി കഴിക്കുമ്പോൾ ഒരു സുഖം. ഇപ്രാവശ്യം അതുകൊണ്ട് ഓണം ഭയങ്കര സംതൃപ്തി നിറഞ്ഞ ഓണമാണ്. ഫാമിലി ആയിട്ട് ദിലീപേട്ടൻ്റെ ചേട്ടൻ്റെ കൂടെ വളരെ സന്തോഷപൂർവ്വം ഓണം ആഘോഷിച്ചു. അതാണ് എനിക്ക് ബിഗ് ബോസിന്റെ ഇന്റർവ്യൂവിന് പോയപ്പോഴും അവർ ചോദിച്ചോണ്ടിരുന്ന കാര്യമാണ്. ഈ 24 hours ദിലീപേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മിക്കവാറും ദിലീപേട്ടനെ ബിഗ് ബോസിൽ സെലക്ട് ചെയ്യുന്നവരല്ലേ. ദിലീപേട്ടൻ എൻ്റെ ഹസ്ബൻഡാണ്, ദിലീപ് പൊന്നൻ. എത്രയോ വർഷം, എന്നെക്കാട്ടൊക്കെ മുന്നേ എത്രയോ വർഷം ഈ ഫീൽഡിലുള്ള ഒരാളാണ്. ഒരുപാട് സീരിയല്, സിറ്റ്കോമുകൾ, ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ സിറ്റ്കോമിലൂടെയാണ് ഞാൻ ഒരു സീരിയൽ ചെയ്യുന്നത്. അല്ലാതെ സിനിമ അങ്ങനെയുള്ള ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു മുഴുനീള റോള് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് ദിലീപിന്റെ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ സീരിയലാണ്. ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 19ാമത്തെ വർഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ദിലീപേട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊരു മോനുണ്ട്, ആഞ്ജനേയൻ. കൊയിലാണ്ടിയാണ് ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അവൻ 7ാം ക്ലാസ്സിൽ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ കൊയിലാണ്ടിയിൽ പഠിക്കുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് പോകും. സിനിമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നും
ഇത് അറിയാത്ത ഒരു മനുഷ്യരില്ല. ഇപ്പോഴത്തെ ന്യൂജൻ ആയിക്കോട്ടെ, ഏത് ടീം ആയിക്കോട്ടെ, സിനിമാല എന്ന് പറഞ്ഞ പ്രോഗ്രാം അറിയാത്ത ആരുമില്ല. അപ്പം അന്നൊക്കെ സിനിമാലയിൽ പങ്കെടുക്കുക അല്ലെ പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പം ഞാൻ ഈ മിമിക്രി ഫീൽഡിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അത് ഓരോ ദിവസം ഓരോ കോമിക് പ്രോഗ്രാം ആയതുകൊണ്ട് എന്നെ ഡയാന ചേച്ചി നേരിട്ട് വിളിച്ച് അതിലൊരു റോള് തന്നതാണ്. പിന്നെ ഞാൻ കുറെ കാലം അതിലുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ സീരിയൽ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ആ ഡേറ്റും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഇപ്പോഴുള്ള എല്ലാ കോമഡി രാജാക്കന്മാര് അല്ലെങ്കിൽ സുബി ചേച്ചി, എല്ലാവരും, ദസ്ന ചേച്ചി, ദേവി ചേച്ചി, അതിൽ അഭിനയിക്കാത്ത ആരും തന്നെ ഇല്ല. അപ്പം അതിലൊരു ഭാഗമാവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് എനിക്ക് കുറെ കാര്യങ്ങൾ, അതായത് നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ ഇപ്പോഴും ഒരു ചമ്മലൊക്കെ നഷ്ടപ്പെട്ടത് അവിടെയാണ്. കാരണം അവരൊക്കെ ഒരു ചമ്മലുണ്ട്. പിന്നെ അത് മാത്രമല്ല അപ്പൊ കൊടുക്കുന്ന സ്ക്രിപ്റ്റാണ് ഇത്. നമുക്ക് ഒരാഴ്ച മുന്നേ തന്നിട്ട് അത് പഠിച്ചിട്ട് വന്ന് ക്യാമ്പ് ഇട്ട് അങ്ങനെയൊന്നുമില്ല. അന്നേരം പറയും അപ്പൊ ചെയ്യുന്നതും അല്ല, അന്നേരം പറഞ്ഞതും ആയിരിക്കില്ല, കയ്യിൽ നിന്നിട്ട് ചെയ്യുക. അതൊക്കെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റിയത് സിനിമാനിൽ കൂടെയാണ്. പിന്നെ ഞാൻ മാ സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതുകൊണ്ട് എല്ലാ മാ സംഘടനയുടെ പ്രോഗ്രാമിനും ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടും. ഞങ്ങൾ എല്ലാവരും പ്രോഗ്രാം, അപ്പം അവർക്ക് അന്ന് എന്നെ എങ്ങനെയാണോ അവർ കണ്ടത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും. എനിക്കൊരു മോനെ, എന്നിട്ട് പോലും എന്നെ എല്ലാവരും മോനെയും മോളെ എന്നൊക്കെയാണ് വിളിച്ചിട്ട് ആ ഒരു സ്നേഹം തന്നെയാണ് ഇപ്പോഴും തരുന്നത്. ഒരുപാട് പ്രോഗ്രാമുകൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. മാന്റെ ഓണാഘോഷ പരിപാടി അല്ലെങ്കിൽ ഞങ്ങളുടെ വാർഷികാഘോഷത്തിനൊക്കെ ഞങ്ങൾ ഒത്തുചേർന്നിട്ട് ഒരുപാട് ഷോ ഇപ്പോഴും ചെയ്യാറുണ്ട്.